നിങ്ങൾ നാട്ടിലുള്ള മാതാപിതാക്കൾക്ക് അയക്കുന്ന പണത്തിന് പെട്ടെന്നൊരു ദിവസം ആദായനികുതി വകുപ്പിൽ നിന്ന് നോട്ടീസ് വന്നാൽ എന്ത് ചെയ്യും? അമേരിക്കയിൽ താമസിക്കുന്ന ഒരു മലയാളി പ്രവാസി തന്റെ മാതാപിതാക്കൾക്ക് അയച്ച 11 ലക്ഷം രൂപയ്ക്ക് ആദായനികുതി വകുപ്പ് നോട്ടീസ് അയച്ച സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായത്. ഈ വിഷയത്തിൽ ആ പ്രവാസിക്ക് ഏകദേശം 6 വർഷത്തോളം ആദായനികുതി ട്രിബ്യൂണലിൽ നിയമപോരാട്ടം നടത്തേണ്ടി വന്നു. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നാട്ടിലേക്ക് അയക്കുമ്പോൾ ചെറിയൊരു പിഴവ് പോലും സംഭവിച്ചാൽ പിന്നീട് വലിയ നിയമപ്രശ്നങ്ങളും നികുതി നോട്ടീസുകളും നേരിടേണ്ടി വരാം. അതുകൊണ്ട് വിദേശത്തുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാസികളും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അമേരിക്ക, കാനഡ, UK, യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി പ്രവാസികളുടെ മാതാപിതാക്കളുടെ ജീവിത ചെലവിനും ചികിത്സയ്ക്കും കുടുംബ ആവശ്യങ്ങൾക്കുമായി സ്ഥിരമായി ഇന്ത്യയിലേക്ക് പണം അയക്കുന്നുണ്ട്. അമേരിക്ക, കാനഡ, UK, യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി പ്രവാസികൾ മാതാപിതാക്കളുടെ ജീവിത ചെലവിനും ചികിത്സയ്ക്കും കുടുംബ ആവശ്യങ്ങൾക്കുമായി സ്ഥിരമായി ഇന്ത്യയിലേക്ക് പണം അയക്കുന്നുണ്ട്. എന്നാൽ ഈ പണം മാതാപിതാക്കൾക്ക് അയക്കുമ്പോൾ ഇന്ത്യയിൽ നികുതി നൽകേണ്ടതുണ്ടോ എന്ന സംശയം പലർക്കുമുണ്ട്. ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 56(2)(x) പ്രകാരം മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയവർ നിർദ്ദിഷ്ട ബന്ധുക്കളുടെ പരിധിയിൽ വരുന്നു. അതിനാൽ ഒരു പ്രവാസി തന്റെ മാതാപിതാക്കൾക്ക് നൽകുന്ന പണത്തിന് സാധാരണയായി ആദായനികുതി ബാധ്യതയില്ല. ഇത്തരം റെമിറ്റൻസിന് ഇൻകം ടാക്സ്, RBI, FEMA നിയമങ്ങൾ പ്രകാരം ഒരു പ്രത്യേക തുക പരിധിയില്ല. അതായത് നിയമപരമായ ബാങ്കിംഗ് മാർഗങ്ങളിലൂടെ എത്ര വലിയ തുക വേണമെങ്കിലും മാതാപിതാക്കൾക്ക് അയക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. പണം അയച്ചതിന് നേരിട്ട് നികുതി ഇല്ലെങ്കിലും ആ പണത്തിന്റെ ഉറവിടവും കൈമാറ്റവും പിന്നീട് വ്യക്തമായി തെളിയിക്കാൻ കഴിയണം. ഇവിടെയാണ് പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമതായി, പണം അയക്കുമ്പോൾ ബാങ്കിൽ നൽകുന്ന പർപ്പസ് കോഡ് കൃത്യമായിരിക്കണം. വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പണം അയക്കുമ്പോൾ ഫാമിലി മെയിൻ്റനൻസ്, പേഴ്സണൽ ഗിഫ്റ്റ്, സേവിങ്സ് തുടങ്ങിയ ശരിയായ ആവശ്യങ്ങൾ ബാങ്ക് രേഖകളിൽ വ്യക്തമാക്കണം. പർപ്പസ് കോഡ് തെറ്റായി നൽകിയാൽ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയ പണം മറ്റേതെങ്കിലും വരുമാനമായി തെറ്റായി കണക്കാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് വകുപ്പിന്റെ സംവിധാനത്തിൽ നിന്ന് പരിശോധനാ നോട്ടീസും ലഭിക്കാം. രണ്ടാമത്തെ പ്രധാന കാര്യം പേപ്പർ ട്രയൽ ആണ്. വിദേശത്തെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, സ്വിഫ്റ്റ് കൺഫർമേഷൻ, ഇന്ത്യയിലെ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിന്റെ ബാങ്ക് രേഖകൾ എന്നിവ സുരക്ഷിതമായി സൂക്ഷിക്കുക. വലിയ തുകകൾ കൈമാറുമ്പോൾ ഗിഫ്റ്റ് ഡീഡ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡിക്ലറേഷൻ പോലെയുള്ള രേഖകൾ തയ്യാറാക്കി സൂക്ഷിക്കുന്നത് ഭാവിയിൽ പണത്തിന്റെ ഉറവിടവും കൈമാറ്റത്തിന്റെ സ്വഭാവവും വ്യക്തമാക്കാൻ സഹായിക്കും. മൂന്നാമത്തെ പ്രധാന വിഷയം ഈ പണം ഉപയോഗിച്ച് മാതാപിതാക്കൾ നടത്തുന്ന നിക്ഷേപങ്ങളാണ്. നിങ്ങൾ അയച്ച പണം മാതാപിതാക്കൾക്ക് ബാങ്ക് FDയിൽ നിക്ഷേപിച്ചാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് നികുതി ബാധ്യത ഉണ്ടാകാം. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, ഓഹരി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും പ്രത്യേകം പരിഗണിക്കണം. അതായത് നിങ്ങൾ അയച്ച പണം മാതാപിതാക്കൾക്ക് ലഭിച്ചതിന് നികുതിയില്ലെങ്കിലും ആ പണം ഉപയോഗിച്ച് പിന്നീട് ലഭിക്കുന്ന പലിശ, ലാഭം, വാടക തുടങ്ങിയ വരുമാനങ്ങൾക്ക് ബാധകമായ നികുതി നിയമങ്ങൾ പാലിക്കേണ്ടി വരും. അതിനാൽ മാതാപിതാക്കൾ ഇത്തരം നിക്ഷേപ വരുമാനം ഉണ്ടെങ്കിൽ ആവശ്യമായ രീതിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ITR ഫയൽ ചെയ്യണം. നാലാമത്തെ പ്രധാന കാര്യം ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് അഥവാ AIS ആണ്. മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടിലെ വലിയ തുകകൾ എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക വിവരങ്ങൾ ബാങ്ക് നികുതി വകുപ്പിന്റെ സംവിധാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാം. മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ വലിയ തുക എത്തിയിട്ടും അതിന്റെ വ്യക്തമായ സാമ്പത്തിക ഉറവിടം രേഖകളിൽ കാണുന്നില്ലെങ്കിൽ ആ തുകയുടെ സോഴ്സ് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ട് നികുതി വകുപ്പിൽ നിന്ന് അറിയിപ്പോ പരിശോധനാ നോട്ടീസോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രവാസികൾ ചില സുരക്ഷാ കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കുക. ഒന്നാമതായി, വിദേശത്ത് നിന്ന് നടത്തുന്ന ഓരോ അന്താരാഷ്ട്ര പണമിടപാടിന്റെയും സ്വിഫ്റ്റ് രേഖകളും ബാങ്ക് റെമിറ്റൻസ് സ്റ്റേറ്റ്മെന്റുകളും ഡിജിറ്റലായി സുരക്ഷിതമായി സൂക്ഷിക്കുക. കുറഞ്ഞത് 7 വർഷത്തേക്കെങ്കിലും ഈ രേഖകൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. രണ്ടാമതായി, വലിയ തുകകൾ അയക്കുമ്പോൾ അക്കൗണ്ട് ടു അക്കൗണ്ട് വയർ ട്രാൻസ്ഫർ പോലെയുള്ള അംഗീകൃത ബാങ്കിംഗ് മാർഗങ്ങൾ മാത്രം ഉപയോഗിക്കുക. ക്യാഷ് ട്രാൻസ്ഫറുകളും അനൌദ്യോഗിക മാർഗങ്ങളും ഒഴിവാക്കുക. മൂന്നാമതായി, മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ പണം നിക്ഷേപിച്ച ശേഷം അതിൽ നിന്ന് പലിശയോ മറ്റ് നിക്ഷേപ വരുമാനമോ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ വരുമാനം കൃത്യമായി കണക്കാക്കി ആവശ്യമായ രീതിയിൽ ITR ഫയൽ ചെയ്യുക. ഇവിടെ പ്രധാനമായി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാസി മക്കൾ മാതാപിതാക്കൾക്ക് അയക്കുന്ന പണം എന്ന നിലയിൽ മാത്രം നോക്കുമ്പോൾ നികുതി ബാധ്യത ഉണ്ടാകണമെന്നില്ല. എന്നാൽ പണത്തിന്റെ ഉറവിടം, ബാങ്കിംഗ് രേഖകൾ, പർപ്പസ് കോഡ്, തുടർന്ന് ആ പണം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന നിക്ഷേപ വരുമാനം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യണം. അതിനാൽ വിദേശത്തുള്ള പ്രവാസികൾ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ പണം നാട്ടിലേക്ക് അയക്കുമ്പോൾ അംഗീകൃത ബാങ്കിംഗ് മാർഗങ്ങൾ മാത്രം ഉപയോഗിക്കുകയും
ആവശ്യമായ രേഖകൾ സൂക്ഷിക്കുകയും മാതാപിതാക്കളുടെ നികുതി കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുക. ഇത്തരം നിയമപരവും സാമ്പത്തികവുമായ വിഷയങ്ങളിൽ വ്യക്തിഗത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അതിനാൽ വലിയ തുകകളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ യോഗ്യതയുള്ള ടാക്സ് പ്രൊഫഷണലിന്റെയോ ചാർട്ടേഡ് അക്കൗണ്ടിന്റെയോ നിയമോപദേശം തേടുന്നതും സുരക്ഷിതമാണ്. പ്രവാസികളുടെ സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രധാനപ്പെട്ട വിവരങ്ങളും നിയമമാറ്റങ്ങളും കൃത്യസമയത്ത് അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.